മഴ വരുന്നതാണ് കേരളത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നതാണ്. മഴ വരികയാണെങ്കിൽ പിന്നെ വൈദ്യുതിയുടെ റെക്കോർഡ് ഉപയോഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പൊതുമാർക്കറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ചവറുകൾ കൂനയൊക്കെ കൂട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ചേര പോലുള്ള ഇഴജന്തുക്കൾ കൂടുതലായി എന്ത് ചെയ്യാറുണ്ട്? പുറത്തിറങ്ങും. ചൂട് കാരണം അതിന് ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പുറത്തിറങ്ങി സഞ്ചരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീടുകളിലായാലും സ്ഥലത്തായാലും ഈ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൃഗങ്ങൾ പക്ഷിമൃഗം അതിലൊക്കെ അസ്വസ്ഥമാകും. കാര്യം ചൂടാണല്ലോ. അപ്പോൾ അത് ഒന്ന് മണ്ണിൻ്റെ ചൂട് ഭയങ്കരമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളതാണ് ഈ പീരീഡ്. നമുക്ക് ആപത്ത് കാലമാണ്. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ശരീരം കഴുകുക. സോപ്പിട്ട് കുളിക്കണമെന്ന് ഞാൻ പറയില്ല, അല്ലാതെ തോർത്തൊക്കെ വെച്ച് കഴുകുക, വെള്ളം ധാരാളം കുടിക്കുക, ഐസ്ക്രീം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ഈ ജങ്ക് ഫുഡ് അതുപോലത്തെ ബോഡിക്ക് ചൂട് കൂട്ടുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. ഈ വഴിയിലൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ഒന്നും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം അതൊക്കെ ഏത് വെള്ളത്തിൽ നിന്ന് കൊണ്ടുവന്നത് നമുക്കൊരു പിടിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് കൂടി പിന്നെ 11-നും 3-നും ഇടയ്ക്ക് ചെയ്യേണ്ടുന്ന കുറേ ഒരു പ്രാക്ടീസുകളുണ്ട്. റോഡ് ടാർ വർക്ക് പോലുള്ള കാര്യങ്ങൾ, തൊഴിലുറപ്പ്, ഇതൊക്കെ ഒന്ന് അംഗനവാടി അങ്ങനെയുള്ളതൊക്കെ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, വയസ്സായവർ, BP, ഷുഗർ രോഗമുള്ളവർ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പീരീഡാണിപ്പോൾ.